ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. എല്ലാവർക്കും ഓട്ടോഡെസ്ക് റിവിറ്റ് ആർക്കിടെക്ചർ ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പൈഡർ ഫിറ്റിംഗ് ആണ്. ഓക്കെ, സ്പൈഡർ ക്ലാമ്പുള്ള ഒരു കർട്ടൻ പാനൽ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ക്ലാമ്പാണ്, സ്പൈഡർ ക്ലാമ്പാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ദെൻ ഒരു കർട്ടൻ പാനൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കത് ഫിറ്റ് ചെയ്യണം. അപ്പം രണ്ട് സിമ്പിളാണ്, നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഫാമിലി ഞാൻ ന്യൂ ക്ലിക്ക് ചെയ്തു. അവിടുന്ന് നമുക്ക് എനിക്കിവിടെ ഓൾറെഡി ഉണ്ട് ഫാമിലി ടെംപ്ലേറ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്കില്ല എങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. ടോപ്പിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ഐക്കണിൽ ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്നത് മനസ്സിലാവും. ദെൻ താഴേക്ക് വന്നിട്ട് ജനറിക് മോഡലിനകത്ത് നമുക്ക് ഫേസ് ബേസ്ഡ് സെലക്ട് ചെയ്യണം. ദെൻ ഓപ്പൺ കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ആ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്, ഫാമിലി ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. സോ 3D പോയാലെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ സെയിം ഐറ്റമാണ്. ഈ ഒരു ഫേസിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ റെഫറൻസ് ലെവലിലേക്ക് പോവാണ്. റെഫറൻസ് ലെവലിൽ നമുക്ക് വരയ്ക്കണം. ഓക്കെ, ക്രിയേറ്റ് ചെല്ലുക, എക്സ്ട്രൂഷൻ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ഈ ലൈൻ എടുക്കുക. ലൈൻ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സെൻറ്റർ ഒരു 600 സെൻറ്റിമീറ്റർ, ഒരു 600 സെൻറ്റിമീറ്റർ അല്ല, സോറി, mm. ഓക്കെ, ദെൻ മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പം കമാൻഡിൽ നിന്ന് വെളിയിൽ പോവും. ദെൻ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടൊരു 120. ഓക്കെ, 120ൽ നിന്ന് ക്യാൻസൽ കൊടുക്കുക. അപ്പം ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് മിറർ ചെയ്യാണ്. ഓക്കെ, ഇപ്പം അതിന് മിറർ വന്നിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ദെൻ ഞാൻ ഇവിടുന്ന് ഈ ആർക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് 3D നോക്കിയാൽ നമുക്കതിൻ്റെ ഒരു രൂപം കാണാൻ പറ്റും, കണ്ടില്ലേ? ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതിനായിട്ട് നിങ്ങൾ വീണ്ടും റെഫറൻസ് ലെവലിലേക്ക് വരിക. ഇവിടെ നമുക്കൊരു റെഫറൻസ് പ്ലെയിൻ വരച്ചു കൊടുക്കണം. ഓക്കെ, ഞാൻ റെഫറൻസ് പ്ലെയിൻ സെലക്ട് ചെയ്തു ക്രിയേറ്റിൽ. ദെൻ ഇവിടുന്ന് ലൈൻ എടുത്തു, ഇത് സെൻറ്ററിലേക്ക് വരച്ചു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ടു നെയിം ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ ഒരു പേര് കൊടുക്കുക. ഓക്കെ, നമ്മുടെ റെഫറൻസ് പ്ലെയിൻ സെറ്റ് ആയിട്ടുണ്ട്. ദെൻ 3D പോവാം. ദെൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു റെഫറൻസ് പ്ലെയിൻ വരച്ചിട്ടുണ്ടല്ലോ, അത് സെറ്റ് ചെയ്യണം. അതിനകത്ത് ക്രിയേറ്റ് ചെല്ലുക. അവിടുന്ന് സെറ്റ് റെഫറൻസ് പ്ലെയിൻ ഉണ്ട്, കണ്ടില്ലേ? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നെയിം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റെഫറൻസ് പ്ലെയിൻ്റെ ആ നെയിം RF1 എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ വയർ ഫ്രെയിമിലോട്ട് മാറ്റുകയാണ്, ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ആ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനായിട്ട് വോയിഡ് ഫോം എടുക്കുക, എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക. ദെൻ ഇവിടുന്ന് പിക്ക് ലൈൻ സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. ദെൻ ഈ സെൻട്രൽ ലൈൻ ഇല്ലേ, അത് സെലക്ട് ചെയ്യുക. ദെൻ താഴേക്കുള്ള കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് താഴേക്ക് ലൈൻ ഇല്ല, സോ നമുക്ക് വരച്ചു കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, നേരെ താഴെ മുട്ടിക്കുക. ദെൻ ഇവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുക. നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് വോയിഡ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്കിത് ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലൈൻ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് താഴേക്ക് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ദെൻ ഇവിടെ വരയ്ക്കുക, താഴെ ഈ ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഈ ഒരു ഭാഗത്തേക്ക്. ഓക്കെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഞാൻ ലൈൻ വരച്ചത്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ട്രിം ചെയ്ത് മാറ്റണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രിം യൂസ് ചെയ്യാം. സോ ഞാൻ ഇതും ജോയിൻ ചെയ്തു. ദെൻ ഇതും ജോയിൻ ചെയ്തു. ദെൻ ഇത് കണ്ടില്ലേ?
ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്താ വോയിഡ്. ഓക്കെ, ഇത് ഞാൻ ടിക്ക് കൊടുക്കുകയാണ്. ടിക്ക് കൊടുത്താൽ നമ്മുടെ വോയിഡ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ഇതിനെ മാറ്റി ഷെയ്ഡിലോട്ട് മാറ്റി. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഷേപ്പിൽ വോയിഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിനെ വെളിയിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇത്രയും ഭാഗം അത് വോയിഡ് ആയിട്ട് വരും. ഓക്കെ, ഈ നടുക്കത്തെ ഭാഗം മാത്രം നമുക്ക് കിട്ടും. ദെൻ ഓക്കെ, കണ്ടില്ലേ, ഞാൻ വെളിയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അത് മാറിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ലെഗ് എന്ന് പറയുന്നത്, നമ്മുടെ സ്പൈഡറിന്റെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന് കുറച്ച് ഫിറ്റിങ്സ് കൊടുക്കാനുണ്ട്. നമ്മളെ എയർ ടൈറ്റ് പോലത്തുള്ള ചെറിയൊരു ഫിറ്റിങ് നമുക്ക് കാണിച്ചു തരാം. റെഫറൻസ് ലെവലിലേക്ക് ചെല്ലുക. നമ്മുടെ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിൽ ക്രിയേറ്റ് ചെല്ലുക, എക്സ്ട്രൂഷൻ കൊടുക്കുക, ചെറിയൊരു സർക്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഒരു 5 mm അങ്ങാണം വരച്ചു കൊടുക്കുക. ദെൻ ടിക്ക് കൊടുക്കുക. 3Dയിലോട്ട് വന്നാൽ നമുക്കൊരു ലൈൻ പോലെ കാണാം. അതിന്റെ ഹൈറ്റ് എന്നുള്ളത് ജസ്റ്റ് ഇത് ഈ ഒരു എൻഡിലേക്ക് കൊണ്ടുവരിക. ഇതിന്റെ താഴത്തുനിന്നുള്ളത് ഇതേ കണ്ടില്ലേ, ഒരു ബ്ലൂ ലൈൻ വന്നിട്ടില്ലേ, അവിടെ വരെ നിർത്തുക. ഓക്കെ, ദെൻ വീണ്ടും റെഫറൻസിൽ ചെല്ലുക, ക്രിയേറ്റ് കൊടുക്കുക, എക്സ്ട്രൂഷൻ, ദെൻ ഇത് തന്നെ. ഓക്കെ, ടിക്ക് കൊടുക്കുക. 3Dയിൽ ഒന്നുമില്ല, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ മോഡൽ ശരിയായിട്ടുണ്ട്. ദെൻ ഞാൻ ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ അലൂമിനിയം കൊടുക്കാം നമുക്ക്. സോ ഇതിനകത്ത് അലൂമിനിയം ഇല്ല, നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോകാം. ദെൻ ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. സെയിം അലൂമിനിയം തന്നെ കൊടുക്കാം. സോറി, അത് നമുക്ക് അലൂമിനിയം അല്ല, അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് അലൂമിനിയം കിടക്കട്ടെ. ഇതെന്ന് പറയുന്നത് നമുക്ക് അലൂമിനിയം അല്ല കൊടുക്കുന്നത്, കാരണം അതൊരു ഗ്ലാസിൻ്റെ ആണോ. ഓക്കെ, അലൂമിനിയം തന്നെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്പൈഡർ ലെഗിൻ്റെ മോഡലിംഗ് കഴിഞ്ഞു. ഈ ഒരെണ്ണം മതി നമുക്ക് എല്ലായിടത്തും കൊടുക്കാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ കർട്ടൻ പാനൽ ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഫയൽ, ന്യൂ ഫാമിലി, ദെൻ അതിനകത്ത് നിന്ന് കർട്ടൻ വാൾ പാനൽ. ഓക്കെ, ഇത് മെട്രിക് കർട്ടൻ വാൾ പാനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ കർട്ടൻ വാള്. നമുക്ക് എക്സ്റ്റീരിയറിലോട്ട് ചെല്ലാം. എക്സ്റ്റീരിയർ ചെന്നിട്ട് ഇവിടെ നമുക്കൊരു എക്സ്ട്രൂഷൻ കൊടുക്കാം. എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുക. ലൈൻ ഈ റെക്ടാങ്കിൾ എടുക്കുക, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം ലോക്ക് ചെയ്യുക. കാരണം നമ്മൾ ഫാമിലിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലോക്ക് ചെയ്യണം. അതൊരിക്കലും മറന്നു പോകരുത്. ഓക്കെ, ഇപ്പം ലോക്ക് ചെയ്തു. ഇവിടെ നമുക്കൊരു 250 ആണ് ഇപ്പം കിടക്കുന്നത്. mm ഓർക്കുക. സോ ഞാനൊരു 15 mm കൊടുത്തു, അല്ലെങ്കിൽ ഒരു 10 mm കൊടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ തിക്നെസ്സും ഓക്കെ ആയി. ദെൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ് ആണ് വേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഗ്ലാസ് ഉണ്ടോ? ഓക്കെ, ഗ്ലാസ് ഉണ്ട്. ദെൻ ഗ്ലാസ് സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്ലാസ് അസൈൻ ആയിട്ടുണ്ട്. ദെൻ ടിക്ക് കൊടുക്കുക. നമുക്ക് 3Dയിൽ നോക്കാം. ഓക്കെ, നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട്. നമ്മുടെ വാൾ പാനൽ, അതായത് വിൻഡോ പാനൽ ശരിയായിട്ടുണ്ട്. സോ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണം. ക്ലോസ് ചെയ്യാം. റെഫറൻസ് ലെവൽ വ്യൂ 1 എക്സ്റ്റീരിയർ. ഓക്കെ, റെഫറൻസ് ലെവൽ. ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തതേ ഉള്ളൂ, കാര്യമാക്കണ്ട. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഐറ്റം, ഓക്കെ, ഈ ഒരു ഐറ്റം നമുക്ക് അതിനകത്ത് കൊണ്ടുവരാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ ഈ വ്യൂവിലേക്ക് വരിക. ലോഡിൻ്റെ പ്രൊജക്റ്റ് കൊടുക്കുക. ലോഡിൻ്റെ പ്രൊജക്റ്റ് കൊടുത്താൽ നമ്മുടെ ഈ ലോഡ് പ്രൊജക്റ്റിനകത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് എക്സ്റ്റീരിയർ ആണ്, എക്സ്റ്റീരിയർ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പം വന്നിട്ടുണ്ട്. നോർമലി ഇത് വന്നില്ല എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെല്ലുക. ഇവിടെ പ്ലേസ് എ കമ്പോണന്റ് ഇല്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. ദെൻ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു, എൻഡിൽ പ്ലേസ് ചെയ്തു. സ്പേസ് യൂസ് ചെയ്താൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് കിട്ടും.
ഓക്കെ, നമ്മൾ 4 സൈഡിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് കാര്യമാക്കണ്ട, നമുക്കിപ്പം അത് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ അലൈൻ ക്ലിക്ക് ചെയ്യുക. അലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡ് വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ലോക്ക് ചെയ്യുക. കണ്ടില്ലേ, 2 പ്രാവശ്യം അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കാരണം അതുമായിട്ട് അലൈൻ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയാണത്. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ എൻഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇൻ കേസ് ഇത് മാറിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രം മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പം നമ്മുടെ എല്ലാം അലൈൻ ആയിട്ടുണ്ട്. 3Dയിൽ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഫയലിൽ ചെല്ലുക, ഒരു പുതിയ പ്രൊജക്റ്റ് എടുക്കുക. നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ എങ്ങനെ കൊടുക്കാമെന്ന്. വോൾ എടുക്കുക, നിങ്ങളിപ്പം ബേസിക് വോളോ അല്ലെങ്കിൽ എക്സ്ട്രൂഷനോ എടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്റ്റോർ ഫ്രണ്ട് എടുക്കുകയാണ്. ദെൻ ജസ്റ്റ് ഒന്ന് വരച്ചു, ക്യാൻസൽ. 3Dയിലോട്ട് പോവാം. ഓക്കെ, ക്യാൻസൽ. ഇത് നമ്മുടെ കർട്ടൻ പാനലാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എങ്ങനെ കൊടുക്കാൻ നോക്കാം. ജസ്റ്റ് നിങ്ങളിത് ഈ കർട്ടൻ പാനൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പ് വരിക. അവിടുന്ന് ഇവിടെ ഒരു കർട്ടൻ പാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. സിസ്റ്റം പാനൽ ഗ്ലേസ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് കൊടുത്താൽ ഓക്കെ, നമ്മുടെ ഇതിനകത്തില്ല, അപ്പം നമുക്കത് വരുത്തണം. സോ ഞാൻ ഇത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇവിടെ ലെവൽ 1, ഓക്കെ, ഏതാ 3D. ഓക്കെ, നമ്മുടെ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, നമ്മൾ എടുത്ത ഈ ഒരു മോഡല് നമുക്ക് അതിനകത്ത് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ട് 2 പ്രൊജക്റ്റ് ഉണ്ട്, നമ്മളിപ്പം ഫാമിലി ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതല്ലേ, ഇപ്പോൾ പ്രൊജക്റ്റ് 3 എന്നുള്ളത് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിനകത്ത് ലോഡ് ആയിട്ടുണ്ട് അത്. ഓക്കെ, 3Dയിലോട്ട് പോവാം. ഞാൻ വീണ്ടും ഇത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് കർട്ടൻ പാനലിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫാമിലി 2 എന്നുള്ള നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് സ്പൈഡർ ക്ലമ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. കണ്ടില്ലേ, അതായത് നമ്മൾ ആ കൊടുത്ത ആ ഒരു ടെക്സ്ചർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്കും ചെയ്തു നോക്കാം. ഓക്കെ.